നീ സഹാബത്തൊന്നും റബീഉൽ അവ്വൽ ചെയ്തില്ല നമ്മൾ സങ്കല്പിക്കും. റബീഉൽ അവ്വൽ ചെയ്തില്ല എന്ന് ഒരു രേഖയും ദുനിയാവെന്ന് കാണൂലട്ടോ. ചെയ്തതായി കിട്ടാതിരിക്കൽ ചെയ്തില്ല എന്നതിന് തെളിവല്ല. അത് കർമ്മശാസ്ത്ര അടിസ്ഥാന ശാസ്ത്രം പഠിച്ചവർക്കറിയാം. ചെയ്തതായി കിട്ടാതിരിക്കൽ ചെയ്തില്ല എന്നതിന് തെളിവല്ല. അത് കർമ്മശാസ്ത്ര അടിസ്ഥാന ശാസ്ത്രം പഠിച്ചവർക്കറിയാം. ചെയ്തതായി കിട്ടാതിരിക്കൽ ചെയ്തില്ല എന്നതിന് തെളിവല്ല. അത് കർമ്മശാസ്ത്ര അടിസ്ഥാന ശാസ്ത്രം പഠിച്ചവർക്കറിയാം. ചെയ്തില്ല എന്ന് ഒരു രേഖയിലുമില്ല. അപ്പൊ ഇനി നമ്മൾ ചെയ്തില്ല എന്നല്ല കണ്ടു നിൽക്കും. അങ്ങനെ രേഖയിൽ വന്ന് 4 മുത്തിനബിന്റെ അത് തർക്കല്യ സുന്നത്താണെന്നുള്ളിൽ ഒരാള് ലുഹറിന്റെ സുന്നത്ത് ഒരു ദിവസം നിസ്കരിച്ചു, അതിന് കൂലിട്ടു. അത് ഏത് പെരുന്നാൾക്ക് കയറിച്ചു, നല്ല ജുമാക്കൊക്കെ പോയ റാഹത്ത് സുന്നത്ത് കയറി. അപ്പോ ഇത് 2 റക്അത്ത് സുന്നത്ത് കയറി. തഹയ്യ അയാൾ നിസ്കരിക്കലില്ല. അപ്പൊ പള്ളിക്ക് 2 റക്അത്ത്. ഇന്നായിട്ട് ഒരു നിസ്കാരം, ഇന്നായിട്ട് എന്താ നിസ്കരിച്ചാൽ എന്നും നിസ്കരിക്കുന്ന കാര്യം അന്നും നിസ്കരിക്കുക, ചെയ്യുന്നത് അന്നും ചെയ്യാം. അള്ളാഹുവിന്റെ റസൂലിന്റെ മതി എന്നും ചെയ്യാം. അത് റബീഉൽ അവ്വലും ചെയ്യാം. പിന്നെ ഒരിക്കലും ഇതിൽ തർക്കിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. ഇത് ബിദ്അത്തുൻ ഹസനത്തുൻ, നല്ല ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായതൊക്കെ മോശമാണെന്നാണോ? അല്ലല്ലോ. ബിദ്അത്തുൻ ഹസനത്തുണ്ട്, ബിദ്അത്തുൻ സയ്യിഅത്തുണ്ട്. മോശപ്പെട്ട ബിദ്അത്തുണ്ട്, നല്ല ബിദ്അത്തില്ലേ? എന്താണ് ഇനി നിങ്ങൾക്ക് സംശയം? ഞാൻ അതൊന്ന് പറഞ്ഞു തരാണ്. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ. അങ്ങനെ ഇല്ല. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ. അങ്ങനെ ഇല്ല. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ. അങ്ങനെ ഇല്ല. പക്ഷേ നബി തങ്ങൾ ചെയ്യാത്തതൊക്കെ ശിർക്കും കുഫറാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും.